തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തും ഒരു റെയിൽവേ മേൽപ്പാലത്തിനായി നെട്ടോട്ടമോടുകയാണ് കോഴിക്കോട്ടുകാർ. ഭട്ട് റോഡ് ബീച്ചിലേക്കുള്ള പ്രധാന വഴിയിലെ റെയിൽവേ ഗേറ്റിലാണ് മേൽപ്പാലമില്ലാത്തതിനാൽ മണിക്കൂറുകളോളം വാഹനങ്ങളും കാൽനട യാത്രക്കാരും കുരുങ്ങിക്കിടക്കുന്നത്. ഒരു ദിവസം 90 തവണ വരെ ഗേറ്റ് അടച്ചു തുറക്കുന്നതും നാട്ടുകാരെ നട്ടം തിരിക്കുന്നു. വണ്ടി കൂടിയതിനെ കൊണ്ടേ ജനങ്ങൾക്ക് വരെ നടക്കാൻ പറ്റില്ല. വണ്ടി ഇവിടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് പിന്നെ വലിയ വണ്ടി. ഭട്ട് റോഡ് ബീച്ചിന് സമീപത്തെ റെയിൽവേ ഗേറ്റിൽ ഇതൊരു പതിവ് കാഴ്ചയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാലും ഗേറ്റിൽ വാഹനങ്ങളുടെ നീണ്ട നിര. 15 മിനിറ്റിനിടയിൽ 2 തവണയെങ്കിലും ഗേറ്റ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഒരു ദിവസം കുറഞ്ഞത് 90 തവണയെങ്കിലും ഗേറ്റ് അടച്ചു തുറക്കും. ഒരുപാട് നേരം ഇങ്ങനെ കിടക്കേണ്ടി വരികയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട്. ഒരു ലോറി അവിടുന്ന് ഒരു ലോറി ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വേക്കിൽ നമ്മൾ അവിടെ കിടക്കുക. ഒരാൾക്ക് 10 മിനിറ്റ് 20 മിനിറ്റ് വെറുതെ പോവുക, നമുക്ക് ഇന്ധനം ചിലവാകുക. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. വർഷങ്ങളായി ഒരു മേൽപ്പാലം എന്നത് ഇവിടുത്തുകാരുടെ ആവശ്യമാണ്. എന്നാൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളൊന്നും ഈ ആവശ്യം ചെവിക്കൊണ്ടില്ല. ഒരു പരിഹാരം നിലയ്ക്ക് ഒരു മേൽപ്പാലമാണ് ഞങ്ങളൊക്കെ സ്വപ്നം. പക്ഷെ അത് എന്ന് വരും, അത് ആര് തടസ്സപ്പെടുത്തും എന്നും ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും ഞങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്കൊരു മേൽപ്പാലം എന്നാണ് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രദേശത്തെ ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ സ്വാധീനമാണ് നിർമ്മാണം ആരംഭിക്കാനിരുന്ന മേൽപ്പാലം ഇല്ലാതാക്കിയതെന്നും നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.